ബീച്ചിൻ്റെ ഭംഗി ആസ്വദിച്ച് സ്വയം മറന്നിരുന്ന സീതയ്ക്ക് മുന്നിലേക്ക് അയാൾ കടന്നു വന്നത് വളരെ യാദൃച്ഛികമായിട്ടായിരുന്നു. സീത ഇരുന്ന ബെഞ്ചിൻ്റെ ഓരത്ത് മറന്നുവെച്ചു പോയ സെൽഫോൺ എടുക്കാൻ വളരെ തിടുക്കപ്പെട്ട് വന്നതായിരുന്നു അയാൾ. ഫോണെടുത്ത് തിരിയുന്ന സമയത്താണ് സീതയുടെ മുഖത്തേക്ക് അയാൾ ശ്രദ്ധിക്കുന്നതും. എത്ര നേരം ആ മുഖത്തേക്ക് നോക്കി നിന്നെന്ന് അയാൾക്കറിയില്ല. സീതയോ അങ്ങനെ ഒരാൾ അടുത്തുണ്ടെന്ന് തിരിച്ചറിയാതെ തൻ്റെ ചിന്തകളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ശക്തമായ ഒരു കാറ്റ് അവർക്കിടയിലൂടെ പാഞ്ഞുപോയത്. മുഖത്തേക്ക് അല്പം വെള്ളം വീണ ഞെട്ടലിൽ സീത മുടിയിഴ ഒതുക്കി വെക്കുന്നതിനിടയ്ക്കാണ് തൻ്റെ തൊട്ടരികിൽ ഒരാൾ നിൽപ്പുണ്ടെന്ന സത്യം തിരിച്ചറിയുന്നത്. പെട്ടെന്ന് ചാടി എണീറ്റ് മുന്നോട്ട് നീങ്ങാനായി കാൽ കുത്തിയതും സാരിയിൽ ചവിട്ടി മറിഞ്ഞു വീണു. അവൾക്ക് വല്ലാത്ത ജാള്യത തോന്നി. അയാളും സ്തംഭിച്ചു നിന്നുപോയി. എണീക്കാൻ അവളെ സഹായിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അയാൾ അതിന് തുനിഞ്ഞില്ല. എങ്കിലും സഹായിക്കണോ എന്ന് ചോദിക്കാൻ മടിച്ചതുമില്ല. സാധാരണയിൽ വിഭിന്നമായി അവൾ അയാളുടെ മുഖത്തു നോക്കി എന്ന ശബ്ദത്തിൽ തന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് ചോദിക്കുകയും ചെയ്തു. അയാൾ തൻ്റെ കൈ അവളുടെ നേരെ നീട്ടി. അവൾ ആ കൈകളിൽ തൻ്റെ കൈ ശക്തിയായി പിടിച്ച് നീട്ടു. അവൾ നന്ദി പറഞ്ഞ് സാവധാനം മുന്നോട്ട് നീങ്ങി. സമയം 7 മണിയായിരിക്കുന്നു. വേഗത്തിൽ നടക്കാൻ കാലുകൾ മുന്നോട്ട് വയ്ക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്കത് സാധിച്ചില്ല. ചില സമയത്ത് അങ്ങനെയാണ്. മനസ്സ് വേഗത്തിൽ പായും. ആ വേഗതയ്ക്കൊപ്പം ശരീരം സഞ്ചരിക്കാൻ സാധിക്കാതെ വരുന്നു. ഇതെന്ത് പ്രതിഭാസമാണെന്ന് അവൾ പലപ്പോഴും ചിന്തിക്കാറുള്ളതാണ്. തിരിഞ്ഞു നോക്കണമെന്ന് മനസ്സിൽ ആരോ പറയും പോലെ. അയാളുടെ കണ്ണിലെ പ്രകാശം ഹൃദയത്തിലെവിടെയോ വിളക്ക് തെളിച്ച പോലുള്ളൊരു പ്രതീതി. പക്ഷേ അവൾക്കത് സാധിച്ചില്ല. വളരെ വേഗത്തിൽ മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു. കാലുകൾ ചലിക്കാൻ പ്രയാസപ്പെട്ടു. പിന്നെ ഒന്നും ആലോചിക്കാതെ അവൾ സർവ്വശക്തിയും എടുത്ത് തിരിഞ്ഞു. നിന്നടുത്ത് അയാളില്ല. ബീച്ചിൽ ആളുകൾ തീരെയില്ല. ആ ചിന്ത അവളെ ഭയപ്പെടുത്തി. അവളുടെ കണ്ണുകൾ പലയിടത്തും അയാളെ തിരഞ്ഞു. പക്ഷേ കാണാൻ സാധിച്ചില്ല. എന്തോ ഒരു നഷ്ടബോധത്തോടെ വെറുതെ അവൾ ചക്രവാളത്തിലേക്ക് കണ്ണോടിച്ചു. അപ്പോഴാണ് ആ വ്യക്തിയെ വീണ്ടും കണ്ടത്. തിരമാലകൾ കീറി മുറിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു നീങ്ങുന്നു. താൻ കുറച്ചു മുൻപ് കണ്ട ആ വ്യക്തി. സീത ചുറ്റുപാടും മറന്നു, തന്നെ മറന്നു. കടലിൽ മറയാനൊരുങ്ങുന്ന അയാളെ ലക്ഷ്യം വെച്ച് ഓടി.